ദളപതി വിജയുടെ നായകനായ ആദ്യത്തെ സിനിമ നാളെ തീർപ്പ് എന്ന് പറയുന്നൊരു സിനിമയെക്കുറിച്ച് നമ്മളൊരു സെഗ്മെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മളതിൽ അവസാനിപ്പിച്ചൊരു കാര്യം വിജയുടെ രണ്ടാമത്തെ സിനിമ ഒരു തിരിച്ചുവരവ് സെന്തൂര പാണ്ഡി എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖരുടെ ഒരു രക്ഷകൻ അല്ലെങ്കിൽ ഒരു അടുത്ത സുഹൃത്ത് എന്നൊക്കെ പറയാവുന്ന ഒരു താരമായിരുന്നു വിജയകാന്ത്. ഇപ്പോൾ വിജയകാന്തിനെ നായകനാക്കിയ സിനിമയിലൂടെയാണ് വിജയും ബാലതാരമായിട്ട് വന്നത്. അങ്ങനെ ആദ്യത്തെ സിനിമ വിജയനെ നായകനാക്കിയ സിനിമ പരാജയപ്പെട്ടു തിയേറ്ററിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ആണ് അടുത്തൊരു സിനിമയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അന്ന് ആദ്യമായിട്ട് നേരെ ചന്ദ്രശേഖർ പോയത് വിജയകാന്തിൻ്റെ അടുത്താണ്. അപ്പോൾ വിജയും അന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നടണമെങ്കിൽ മാസും ക്ലാസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഒരു മാസ് ഓഡിയൻസിലേക്ക് എത്തണമെങ്കിൽ ഒരു മാസ് പടം തന്നെ ചെയ്യണം. അപ്പോൾ ഈ എസ് എ ചന്ദ്രശേഖരൻ്റെ ഒരു മനസ്സിൽ വന്നൊരു ഐഡിയ എന്ന് പറയുന്നത് അടുത്തൊരു സിനിമയിൽ വിജയകാന്തിനെ ഭാഗമാക്കുക. അങ്ങനെയാണ് സെന്തൂര പാണ്ഡി എന്ന് പറയുന്നൊരു സിനിമ. അതിൻ്റെ ടൈറ്റിൽ ക്യാരക്ടർ ശരിക്കും വിജയകാന്താണ്. അപ്പോൾ ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം, അതിൽ വിജയകാന്ത് ജയിലിലാണ്, ചേട്ടൻ അനിയനാണ് വിജയ്. അപ്പോൾ വിജയ്ക്ക് ഒരു പ്രണയവും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു നിർണായക ഘട്ടത്തുമ്പോൾ വിജയകാന്ത് ജയിലിൽ നിന്ന് വരുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് മുഴുവനും വിജയകാന്ത് ഉണ്ട് ആ ഒരു സിനിമയിൽ. ആ ഒരു സിനിമയ്ക്ക് വിജയത്തിന് വലിയൊരു ഗുണം ചെയ്തിട്ടുള്ളത് തന്നെയാണ് വിജയകാന്തിൻ്റെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. കാരണം വിജയകാന്തിൻ്റെ ഒരു നല്ല മനസ്സ് തന്നെയാണ്. കാരണം ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ചന്ദ്രശേഖർ വിജയകാന്തിൻ്റെ അടുത്ത് പോകുമ്പോൾ വിജയകാന്ത് ഒന്നും നോക്കാത്തത് പ്രതിഫലം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്. അതിൽ അപ്പോൾ കാരണം അന്ന് വിജയകാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജനി, കമൽ, വിജയകാന്ത്, സത്യരാജ്, ഇങ്ങനെ 4 പേര് തന്നെയായിരുന്നു അന്ന് ആ ഒരു ടോപ്പ് ലെവലിൽ നിന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെയായിരുന്നു ബാക്കിയുള്ള താരങ്ങൾ. കാരണം രജനീകാന്തിനുള്ളതോളം എന്താ പറയുക, രജനീകാന്തിനോളം കിട്ടുന്ന ആ ഒരു ഇത് തന്നെ ഫാൻസ് തന്നെ അന്ന് വിജയകാന്തിനുണ്ടായിരുന്നു. ഒരു ബിസിനസ് വൈസ് കുറച്ചൊരു വ്യത്യാസം അല്ലെങ്കിൽ കളക്ഷൻ വൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം, ഇപ്പോൾ ക്യാപ്റ്റൻ പ്രഭാകറും ചിന്ന കൗണ്ടർ പോലത്തെ സിനിമകളൊക്കെ അന്ന് ഒരു ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് വിജയകാന്തിൻ്റെ. അങ്ങനെയാണ് വിജയകാന്ത് ഒരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുന്നത്. ആ ഒരു സിനിമ കണ്ടാൽ നിങ്ങളൊക്കെ അറിയാം, അതിലൊരു ക്ലൈമാക്സ് സീനൊക്കെ വിജയകാന്ത് വിജയ്ക്ക് പെർഫോം ചെയ്യാൻ, അതായത് വിജയ്ക്ക് ഒരു ഹീറോയിസം, വിജയകാന്ത് അപ്പുറത്തൊരു കസാര ഇട്ടിരുന്ന് വിജയോട് ഫൈറ്റ് ചെയ്യാൻ പറയുന്ന ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. സിനിമ ഉണ്ടല്ലോ ഒരു പറഞ്ഞു, ഞാൻ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും ആ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ഇപ്പോൾ വിജയകാന്ത് പറഞ്ഞു, വിജയ് പറഞ്ഞിട്ടുണ്ട്, വിജയകാന്തിനെ കാണാൻ എന്തായാലും ഓഡിയൻസ് വരും. അപ്പോൾ ആ ഒരു ഓഡിയൻസ് എന്നെയും കാണുമല്ലോ എന്നുള്ള രീതിയിലാണ് ആ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നത്. അത് തന്നെയായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വിജയുടെ ഒരു കരിയറിലൊരു മാറ്റം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ശേഷം ശരിക്ക് എസ് എ ചന്ദ്രശേഖർ ഈ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, വിജയകാന്തിനെ പോയി കണ്ടു. അപ്പോൾ വിജയകാന്തിൻ്റെ പ്രതിഫലവും കാര്യങ്ങളും ഒന്നും വേണ്ട എന്ന രീതിയിലാണ് വിജയകാന്ത് ഒരു സിനിമയുടെ ഭാഗമായത്. പക്ഷെ അന്ന് എസ് എ ചന്ദ്രശേഖറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പ്രോപ്പർട്ടി വിജയകാന്തിനോട് പറയാതെ വിജയകാന്തിൻ്റെ പേരിൽ തന്നെ എഴുതി കൊടുക്കണം, രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. പിന്നീട് വിജയകാന്ത് അത് എന്തിനാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, രക്ഷകൻ തന്നെയാണ്. നമുക്കറിയാം വിജയകാന്ത് മരിച്ച സമയത്ത് വിജയ് അന്നില്ല. വിജയ് അന്ന് ഗോട്ടിൻ്റെ ഷൂട്ടായിട്ട് വിദേശത്തായിരുന്നു. അതിനുശേഷം വന്നിട്ട് വിജയകാന്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു കല്ലറയിൽ പോയിട്ടുള്ള വിജയ് നമ്മളത് കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ അത്ര ഒരു ബന്ധം തന്നെയായിരുന്നു ഒരു വിജയകാന്തും വിജയും എന്ന് പറയുന്നത്. എസ് എ ചന്ദ്രശേഖർ എന്ന് പറയുന്നൊരു സംവിധായകനെയും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയതിൽ വിജയകാന്തിനുള്ളൊരു പങ്ക് അത്ര വലുത് തന്നെയാണ്. പിന്നെ ഈ ഒരു സിനിമയിലെ കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ നായിക യുവറാണി, അവർ നമ്മൾ മലയാളികൾ കണ്ടിട്ടുണ്ട്. അവർ മാഫിയ എന്ന് പറയുന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ അനീതിയുടെ വേഷം ചെയ്തിട്ടുള്ളത്. ഭാഷ എന്ന് പറയുന്ന സിനിമയിൽ രജനീകാന്തിൻ്റെ അനീതിയുടെ വേഷം ചെയ്തിട്ടുള്ളത്. അവരാണ് ആ ഒരു സിനിമയിൽ അവർക്കൊന്നും വലിയൊരു ഗുണം ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഇതിൽ എസ് എ ചന്ദ്രശേഖറും ഇതിലൊരു പാട്ട് സീനിൽ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഭയങ്കര അതിൻ്റെ ഒരു കഥയൊക്കെ ഇന്നും ഭയങ്കര പ്രസക്തമായിട്ടുള്ളൊരു കഥയാണ്. കാരണം ഒരു ദുരഭിമാന കൊല എന്ന് പറയുന്ന ഒരു വേറൊരു കാസ്റ്റിൽപ്പെട്ട ഒരു പയ്യനും ഹൈ കാസ്റ്റിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു, അതുമായിട്ടുണ്ടാവുന്ന ഒരു ഇതൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ക്ലൈമാക്സ് ഒക്കെയാണ്. അപ്പോൾ ഒരു സിനിമ കാണാത്തൊരു എന്തായാലും ഒരു സിനിമ കാണുക. അങ്ങനെ വിജയകാന്ത് എന്ന് പറയുന്ന ഒരു നടൻ്റെ ഗംഭീര പെർഫോമൻസ് തന്നെയുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ 93 ഡിസംബറിലാണ് ആ ഒരു സിനിമ ഇറങ്ങി. ആദ്യത്തെ സിനിമ വിജയുടെ നാളെ തീർപ്പ് 92 ഇറങ്ങി, അത് പരാജയപ്പെട്ടു. തൊട്ടടുത്ത വർഷം ഡിസംബറിൽ ഈ പറഞ്ഞ സെന്തൂര പാണ്ഡി ഇറങ്ങുന്നു. അതൊരു ഭയങ്കര ഒരു വിജയ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും വിജയ്ക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി തന്നെ വന്നിട്ടില്ല എന്നുള്ളതല്ല. അപ്പം നമുക്ക് ദളപതി വിജയുടെ വേറെയും സിനിമകളെ കുറിച്ച് ഇനി ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് ഇനി വേറൊരു എപ്പിസോഡ് പറയാം. അപ്പോൾ സെന്തൂര പാണ്ഡി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കാണുക. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്.